ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലടി. ഞാനൊക്കെ കണ്ടില്ല കേട്ടില്ല പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നേ. ഇപ്പൊ കുറച്ചായിട്ടുണ്ട് എനിക്ക് തിന്നാനും കുടിക്കാനും കൂടി കിട്ടാത്ത അവസ്ഥയാണ്. ഞാൻ വിശന്നിട്ട് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും തിന്നാൻ നോക്കിയാലുണ്ടല്ലോ, ദാ ചട്ടിന്റെ മുകളിൽ ഇതത്തേറെ ചോറിരിക്കുന്നുണ്ടാവും. ആ, അതെന്തോ ആവട്ടെ പറഞ്ഞിട്ട് വിശപ്പിന്റെ കൊഴുമേൽ ഉള്ളേന്ന് രണ്ടുപേര് ചോറ് തിന്നാൻ പറഞ്ഞിട്ട് നോക്കിയാലേ അതിന് കൂട്ടാനും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് ചെടിയിൽ പോയിട്ട് വല്ല അരിമുളക് എന്തെങ്കിലും വലിച്ചിട്ട് അതിൽ രണ്ട് ഉള്ളിയും തൊലിച്ചിട്ട് ചമ്മന്തി അരച്ച് തിന്നുകയോ ചെയ്യണതേ. ഇതൊന്നും അവൾക്ക് ചോദിക്കാനും പാടില്ലടി. ചോദിച്ചാ അവളുടെ ഇളക്കി വരികടി. 2 ദിവസം മുമ്പുണ്ട് എനിക്ക് തീരെ വയ്യാട്ടാ. മേലും കയ്യൊക്കെ വേദനിച്ചിട്ടേ പനി വരും പോലെയൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യന് വിശന്നിട്ടും വയ്യ. നേരെ ഒരു 8-8:30 ആയിട്ടുണ്ടാകും. അപ്പൊ ഞാൻ എന്ത് കാട്ടി, കുറച്ച് കഞ്ഞി കുടിക്കട്ടെ പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോയി. പോയപ്പോ എന്തോ ഭാഗ്യത്തിന് ഉച്ചയ്ക്ക് വെച്ച ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടാൻ എന്തെങ്കിലും എടുക്കട്ടെ പറഞ്ഞിട്ട് നോക്കുമ്പോണ്ട് ചട്ടിയൊക്കെയും തുടച്ചു വെച്ചിക്കണു. ഒന്നുമില്ല. എനിക്കാണെങ്കിലോ അന്ന് ചമ്മന്തി അരക്കാനും കൂടി വയ്യാത്ത അവസ്ഥയാണ്. എന്താ കാട്ടണ്, അതിലിത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ലേശം ഉപ്പും ഇട്ട് അങ്ങനെ തന്നെ കോരി കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒരു ഗുളികയും മെഴുങ്ങി റൂമിൽ വന്ന് കിടക്കുമ്പോണ്ട് അവൾ അടുക്കളയിൽ പോയിട്ടേ എന്തൊക്കെയൊക്കെയോ വെച്ചുണ്ടാക്കണു. എന്തൊക്കെയോ വറക്കണേന്റെയും പൊരിക്കണേന്റെയും മണം ഇങ്ങനെ വന്നാർന്നു. എനിക്ക് അതൊന്നും തിന്നാൻ ബോധി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും അവൾ അതങ്ങനെ കാട്ടിയപ്പോഴേ മനസ്സിക്ക് വല്ലാണ്ട് അങ്ങടായി. അവനും കണക്ക് തന്നെടി. അവൾ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് അവൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു കൊടുത്താലേ അവൻ അവളുടെ സൈഡാ നിൽക്കുള്ളൂ. എന്താ കാട്ടണ്. വാപ്പുള്ള സമയത്ത് എനിക്കൊരു തണലായിരുന്നു. വാപ്പ പോയ പിന്നെ ഞാൻ ഈ വീട്ടിലൊരു അധിക പറ്റാണ്. ഞാനിപ്പോൾ എന്താ കാട്ടുക അമ്മ? നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടേ അവൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക്? പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞതൊന്നും അല്ലടി. എന്നാലും എൻ്റെ മനസ്സിൻ്റെ വിഷമം പറഞ്ഞതാണ്. നീ എപ്പോഴെങ്കിലും വരുമ്പോൾ നിൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴേ എൻ്റെ മനസ്സിനൊരു സമാധാനമാണ്. അവന് എപ്പോഴും റോട്ടിൽ നിന്ന് വരുമ്പോഴേ കയ്യിൽ എന്തെങ്കിലും ഒരു പൊതി ഉണ്ടാവും. ഒന്നുമില്ലാണ്ട് വരികയില്ല. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നാൻ വേണ്ടേ. എന്നാ അതൊന്നും ഒരു പൊട്ട് എന്നാ അമ്മ പറഞ്ഞിട്ട് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ. ഇതൊന്നും ഞാൻ അവളെ വീട്ടിട്ട് വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ പോയിട്ടുണ്ടെങ്കിലേ എൻ്റെ അടുത്ത് വിളിച്ചു പറയേ, ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് വാങ്ങിട്ട് വരാം. എന്നാലെങ്കിൽ പരാതി പറിച്ചത് നിർത്തി നിങ്ങൾ. പരാതി പറഞ്ഞതല്ലടി, എനിക്കിതൊന്നും തിന്നാൻ ബോധി ഉണ്ടായിട്ടൊന്നും അല്ലേ. എന്നാലും അവളിതൊക്കെ കാട്ടിന് കാണുമ്പോൾ സങ്കടം വരികയാണ്. എനിക്ക് നിങ്ങൾ രണ്ടാളല്ലേ മക്കളായിട്ടുള്ളൂ. അവൻ്റെ അടുത്ത് ഇതൊന്നും പോയി പറയാൻ പറ്റില്ല. നീ എപ്പോഴെങ്കിലും വരുമ്പോൾ നിൻ്റെ അടുത്ത് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം. അല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാർക്ക് പോയി പറയാൻ പറ്റുമോ? നാട്ടുകാർ കേട്ട എന്താ വിചാരിക്കുക? ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ആർക്കും അതിനെ നാണക്കേട്. ഞാനൊന്നും പറയാൻ നിൽക്കില്ല. അല്ലാണ്ട് പിന്നെ ഇതൊക്കെ നാട്ടുകാർക്ക് പറഞ്ഞുകൂടെ നടക്കാൻ പറ്റുമോ? നിങ്ങളെ ഉള്ള കഞ്ഞിയും കുടിച്ചിട്ടേ നിങ്ങളുടെ വായി വെച്ചിട്ട് മുണ്ടാണ്ടിരിക്കുക അവിടെ. നമ്മൾ തള്ളി മക്കളാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാകും. നാട്ടിൽ ഇതൊക്കെ കേട്ടാലേ മതി എല്ലായിടത്തും കൂടി പറഞ്ഞുകൂടി നടക്കാൻ. എന്നാ പിന്നെ നിങ്ങളുടെ ഉള്ള കഞ്ഞിയും കൂടി മുട്ടും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് അവൻ്റെ അടുത്തോ അവളുടെ അടുത്തോ ഒന്ന് പോയി ചോദിച്ചുകൂടെ? എന്തുമ്മ അങ്ങനെയൊക്കെ പറയണ്, നിങ്ങൾ ഉമ്മാനെ അങ്ങനെ കാട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൂടെ? നീ ചോദിച്ചാൽ ചിലപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ എനിക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാട്ടണതേ. അവൾ എന്നെ എന്ത് കാട്ടിയാലും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള ധൈര്യമാണ് അവൾക്ക്. അവളുടെ അടുത്ത് ചോദിക്കാൻ വയ്യെങ്കിലേ അവൻ്റെ അടുത്തെങ്കിലും ചോദിച്ചുകൂടെ നിനക്ക്? ഉമ്മത് എന്ത് കൂട്ട കൂടണമ്മ? ഈ നിസ്സാര കാര്യത്തിനൊക്കെ വീട്ടിൽ വർത്താനം ഉണ്ടാക്കാൻ പറ്റുമോ? തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പരാതി പറയാൻ നിന്നാലേ അതിനാ നേരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇത്തിരി കണ്ടില്ല കേട്ടില്ല അവർക്ക് വിടുകയല്ലേ വേണ്ടുള്ളൂ. ഏത് വീട്ടിലെ പ്രശ്നങ്ങളില്ലാത്തത്? അതുമല്ല, എനിക്ക് കൂടപ്പിറപ്പ് എന്ന് പറയാനേ അവ മാത്രമേ ഉള്ളൂ. അവളാണെങ്കിലും ശരി, ഞാൻ ഒരു നേരം വരുമ്പോഴും പോകുമ്പോഴൊക്കെ വിളിക്കാനും പറയാനൊന്നും യാതൊരു കുഴപ്പമില്ല. എൻ്റെ അടുത്തൊക്കെ നല്ലപോലെ തന്നെ നിൽക്കുന്നത്. പിന്നെ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും നോക്കാൻ. കുട്ടികളുടെ കാര്യങ്ങളോ അതും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനൊക്കെ ഇങ്ങനെ പരാതി പറയാൻ നിന്നാൽ എന്താ കാട്ടുക? ചെറിയ കുട്ടികളെ പോലെ. ഇപ്പൊ തന്നെ നോക്കാം, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് അവളെ പറ്റിയിട്ട് കുറ്റം പറയാൻ. ഇതൊക്കെ അവൾ കേട്ടിട്ട് വന്നാലേ എന്താ വിചാരിക്കുക? പിന്നെ എന്ത് സ്നേഹം അവൾക്ക് നിങ്ങളുടെ ഉണ്ടാവുക? ഇതൊക്കെ കേട്ടാലേ അവൾക്ക് എൻ്റെ അടുത്തും കൂടി ദേഷ്യം തോന്നുമെന്ന് എൻ്റെ പേടി. ഞാനേ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ നോക്കട്ടെ. ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരേണ്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒന്നും തോന്നണ്ട കേട്ടോളിമ്മ. എനിക്ക് നിങ്ങളെ പോലെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും അതൊരു കാരണമാക്കി മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പറഞ്ഞാൽ അവരല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് നിങ്ങളും വേണം അവരും വേണം എല്ലാവരും വേണം.
നിങ്ങൾ വെറുതെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നണതേ. വേറെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. അത് നിങ്ങളുടേന്നല്ല, എല്ലാ തള്ളാരുടെ സ്വഭാവമാണ്. എനിക്കൊന്നും പറ്റില്ല ഇങ്ങനെയുള്ള കാര്യത്തിന് നിൽക്കാനിട്ടോളി. ഞാനേ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. ആ ഒക്കെ അവനവന്റെ കാര്യം മാത്രം. ജാസ്മി, എന്താ കാട്ടുന്നു? പണിത്തിരക്കില? ആ നിങ്ങളിത് എപ്പോഴാ വന്ന്? ആ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അവിടെ ഉമ്മാനത്ത് കൂട്ടം കൂടി ഇരിക്കുകയായിരുന്നു. നിന്നെ അങ്ങോട്ട് കാണാണ്ടായപ്പോ എവിടെ പറ്റുമോ നോക്കാൻ വന്നതാ. ആ ഞാൻ അതാ ഈ തുണികളൊക്കെ ഒന്ന് തിരുമ്പട്ടെ പറഞ്ഞിട്ടേ ഒരു ലോഡ് തിരുമ്പാണ്ടായിരുന്നു. കുട്ടികളുടെ യൂണിഫോമും ഇക്കാന്റെ ഡ്രസ്സും കുട്ടികൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ അഴിച്ചിടുകയല്ലേ. കഴിഞ്ഞു ഇതാ, കഴിയാനായി. എന്താ അത് പ്രതീക്ഷിക്കാണ്ട് ഒരു വരവ്? ഉമ്മ മറ്റേ വിളിച്ചിട്ടുണ്ടായിരുന്നാ? ആ അത് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാണ്ട് എന്താ? ഇന്നലെ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള്. ഉമ്മ ഉണ്ട്, രാവിലെ വിളിക്കണോ ഒന്ന് വന്നിട്ട് പോടി, നിന്നെ കാണാൻ തോന്നണോന്നും പറഞ്ഞിട്ട്. കാണാൻ തോന്നിട്ട് തന്നെ? അതോ എന്റെ കുറ്റവും കുറവും പറഞ്ഞു തരാനോ? കുറ്റമൊന്നും പറഞ്ഞു തന്നില്ല. എന്തൊക്കെയോ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഉം ആ അതൊക്കെ ഉണ്ടാവുന്നു വയസ്സും പ്രായമാകുമ്പോ. ഞാനതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. 2 ദിവസം മുമ്പ് പനിയായിരുന്നു, കൂട്ടാൻ കിട്ടിയില്ല, ചോറ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞായിരുന്നോ. എന്താ സംഭവം? ഓ എന്റെ പൊന്നു താത്ത, ഉമ്മാക്കുണ്ടല്ലോ മനുഷ്യന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. കുട്ടികളുള്ള വീട്ടിൽ എന്തെല്ലാം ഒരു പണി ഉണ്ടാവും. നേരങ്ങൾ വെടുത്തു പറഞ്ഞാൽ നമുക്ക് ഒന്നിനും നേരമില്ല. കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടാക്കലും അതുപോലെ ഇക്കാക്ക് ജോലിക്ക് പോക്കും ഒക്കെ ആയിട്ട് അതിന്റെ ഇടയിൽ ഉമ്മാന്റെ കാര്യമൊന്നും ചില സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഉമ്മാന്റെ പണി എന്താ? അതിനൊക്കെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ചും കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കലാണ്. അത് മാത്രല്ല, നിങ്ങളുടെ ഉമ്മാക്ക് വൃത്തി എന്ന് പറയുന്നത് 7 അയലത്തെ കൂടെ പോയിട്ടില്ല. ഞാൻ എന്തെങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് തോന്നണ്ടാട്ടോളെ. ഞാൻ നിങ്ങളെ നാത്തോനായിട്ടല്ല, സ്വന്തം കൂടപ്പുറപ്പായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാണ്. ഉമ്മാക്ക് എന്തെങ്കിലും ഒരു സാധനം തിന്നാൻ കൊടുത്താലുണ്ടല്ലോ, അത് തിന്ന് കഴിയുമ്പോഴേക്കും ആ ചോറും കറിയും ഒക്കെ ഈ ആ ടേബിളിൽ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ കാലൊരു ചെരുപ്പിടില്ല. ആ ചെരുപ്പിടാത്ത കാലും വെച്ചിട്ട് ആ തൊടിക്കോടിയും പറമ്പുകൂടെയൊക്കെ നടന്നിട്ട് വരും. എന്നിട്ട് ആ കാലും കൊണ്ട് തന്നെ ഉള്ളിൽ കയറിയിട്ട് ആ ബെഡിലും കയറി കിടക്കും. എല്ലായിടത്തും കൂടെ നടക്കുകയും ചെയ്യും. ഇതൊന്നും കാണുമ്പോൾ എനിക്ക് പറ്റണില്ലാന്നോ. എന്തൊരു സ്വഭാവമാണിത്? ഇതൊക്കെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണോ? ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്തൂടെ ഉമ്മാക്ക്? ഇതൊക്കെ പുറത്ത് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റുമെന്നും പറഞ്ഞു പറഞ്ഞ ആൾക്കാർ എന്താ പറയാ? ഞാൻ അമ്മാനെ പോരെടുക്കണമെന്നല്ലേ പറയുള്ളൂ. ഉമ്മാന്റെ കൂടെ ഇരുന്ന് വരുന്ന എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണം കാര്യങ്ങൾ അറിയാൻ. ആ നീ പറയൊന്നും വേണ്ട. എനിക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അവിടെ എനിക്കും ഉണ്ടല്ലോ ഒരു അമ്മായിയമ്മ. ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിഞ്ഞു പറഞ്ഞ് ഞാൻ നിന്നെ മനസ്സിലാക്കാനെങ്കിലും നിൽക്കണ്ടല്ലോ. അവിടെ ഉണ്ട് ഒരു സാധനം, ആ തള്ളന്റെ മകള്. തള്ള എന്തെങ്കിലും പറയണത് കേട്ടതുമില്ല ഇവളെ. നമ്മുടെ അടുത്ത് വരുമില്ല ആളേക്ക്. അല്ലോ, ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോ വരും ചെയ്യും. പൂതന. എൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ പറഞ്ഞാൽ അതിന് ഉറക്കം വരില്ല തോന്നും. എന്താ ചെയ്യുന്നു? വയസ്സും പ്രായം ആയതുകളല്ലേ. ഒന്നും കാര്യാക്കാൻ നിൽക്കില്ല ഞാന്. ഒക്കെ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ വിടുക ചെയ്യണത്. നീയും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഉമ്മാന്റെ ഓരോ പ്രാന്ത് പറച്ചിൽ കേട്ടിട്ടേ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കൊന്നും വേണ്ട. ഞാൻ അതിന് മിണ്ടാണ്ടിരുന്നാൽ നിങ്ങളുടെ ഉമ്മ വെറുതെ വിടണ്ടേന്നും എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ചകഞ്ഞോണ്ടിരിക്കും. നീ ഇതൊന്നും ഉമ്മാനത്ത് പോയി ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഉമ്മ അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ ഞാനതൊന്നും പോയി ചോദിക്കില്ല കേട്ടമ്മ. വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി വന്ന് നിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഉമ്മാക്ക് ഒന്നും കൂടി എളുപ്പം കിട്ടണ്ടെന്ന് പറഞ്ഞിട്ടേ. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉമ്മാന്റെ സ്വഭാവം ഒന്നും മാറാൻ പോണില്ല. എന്താ കാട്ടണ്? എന്റെ തലവിധി. ഒറ്റ മകനല്ലേ, അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ചേച്ചി, എവിടെടി? ഉമ്മ വിളിക്കുന്നുണ്ട്. എന്താ നോക്കട്ടെ. ഈ തള്ളത് എന്തിനെ ഏൽപ്പിച്ചു കൂട്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അപ്പ വിളിക്കണം മകളിനെ. മകളങ്ങോട്ട് പോട്ടെ, ശരിയാക്കി കൊടുക്കാൻ ഞാൻ. എന്തമ്മാ, എന്തിനാ വിളിച്ച്? നീ ഇങ്ങോട്ട് വന്ന് കേറിയിട്ട് എത്ര നേരമായി? ഈ നേരം വരെ ഒരു ഗ്ലാസ് ചായ വെച്ച് തന്നിട്ടുണ്ടോ നോക്കാം അവള്. അവൾ അവിടെ എന്തൊക്കെയോ ഓരോ പണിത്തിരക്കിലാണ്. വന്നിട്ട് വെച്ച് തരും. ചായ തന്നെയല്ലേ. ആ നിങ്ങൾ രണ്ടാളും പിന്നെ ഒരു കൈയാണല്ലോ അല്ലേ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക, അവൾ കേട്ടിട്ട് വരണ്ട. നിങ്ങൾ ഇരിക്കും താത്ത, ഞാൻ ചായ വെച്ചിട്ട് വരാം. ആ തിരക്കൊന്നുമില്ല, നിന്റെ പണികൾ ഒരുങ്ങിയിട്ടൊക്കെ മതി. അതൊന്നും കുഴപ്പമില്ല താത്ത. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോ. ഇവിടെ ഒരാളുണ്ട്, എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. പിന്നെയും പരാതി തന്നെയായിരിക്കും, ഒന്നും ചെയ്തു തന്നില്ല ഒന്നും ചെയ്തു തന്നില്ല പറഞ്ഞിട്ട്. കണ്ട, അവള് പറഞ്ഞിട്ട് പോണ കണ്ട. എന്നിട്ട് അവളുടെ സ്വഭാവം മനസ്സിലായില്ല നിനക്ക്? ഓ എൻ്റെ ഉമ്മോ, ഇങ്ങനെയൊക്കെ ആരായാലും പറയില്ലേ.
അതിനൊക്കെ ഈ നിങ്ങളിങ്ങനെ കുറ്റം കണ്ടുപിടിച്ചാലോ എന്നാ പിന്നെ അതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. ഓ, നിനക്ക് പിന്നെ അവൾ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? അവൾ എന്നെ ഉപദേശിക്കാൻ വരും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ നീ അവളുടെ സൈഡിൽ നിന്ന് വർത്താനം പറയണെന്നൊക്കെ. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ നിന്റെ കൂടെ വന്ന് നിന്നാലോ പറഞ്ഞ് പേടിച്ചിട്ടല്ലേ? അത് ശരി. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എനിക്ക് കൊണ്ടേ നോക്കാൻ പറ്റുമോ? ഒരു മകനുണ്ടായിട്ട് നിങ്ങൾ അവന്റെ കൂടെ നിൽക്കാണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്ന് പറഞ്ഞാലേ നാട്ടുകാർ എന്താ പറയുക? നാട്ടുകാർ പറയുന്നത് പോട്ടേന്ന് വെക്കുക. അവിടെ ഇക്കാന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? അവളുടെ ആങ്ങളെ പറ്റ തള്ളിയും കൂടി നോക്കാത്ത ആളാന്നല്ലേ പറയുള്ളൂ. അയ്യേ, പിന്നെ എങ്ങനെ ഞാൻ അതിലേക്ക് മുഖത്ത് നോക്കുക? എൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും വന്നിട്ട് 4 ദിവസം നിൽക്കും പോലെയാണ്. ഞാൻ നോക്കിയോടും വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല. ഒന്നുമില്ലെങ്കിൽ നേരത്തിന് ഭക്ഷണവും കഴിച്ച് സുഖമായി കടന്നുറങ്ങാൻ പറ്റണില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായി വന്നാൽ തന്നെ അവനോ അല്ലെങ്കിൽ ഇവളോ അല്ലെങ്കിൽ ഞാനോ ഒക്കെ ആയിട്ട് കൊണ്ടുപോയി നോക്കണമുണ്ട്. ഇതും കൂടി കിട്ടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇവിടെ പരമ സുഖമാണ്. എന്നാലേ ഞാൻ പോകാൻ നോക്കട്ടെ. നിങ്ങൾ വിളിച്ചപ്പോൾ എന്ത് അത്യാപത്താണോ പറഞ്ഞിട്ട് ഓടി വന്നതാണ്. നിങ്ങളിങ്ങനെ നിസ്സാര കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് എന്നെ വിളിക്കാൻ നിൽക്കണ്ടാട്ടോളി. എനിക്ക് അവിടെ 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. എനിക്ക് ഒഴിവുള്ളപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാം. വെറുതെ ഇങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട. പോട്ടെ ജാസ്മിയെ. ആ ശരി, ഇടയ്ക്ക് വരീട്ടോളി. ആ, പോണുന്നമ്മ. ഇപ്പം എന്തായി? മകളുടെ വായിന്ന് വയറ് നിറച്ച് കേട്ടപ്പോൾ സമാധാനമായില്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യമാകുമ്പോഴേക്ക് മകളിനെ വിളിക്കണം. എന്നിട്ട് എൻ്റെ കുറ്റവും കുറവൊക്കെയും ഒതുക്കി കൊടുക്കണം. നല്ല സമാധാനമാവുള്ളൂ അല്ലേ? നിനക്ക് തിന്നില്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നാ പറയുക. എന്ത് ചെയ്തു തന്നാലും അതിനൊക്കെയും കുറ്റം കണ്ടുപിടിക്കണേനെ. അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ള വിചാരമല്ല. എന്നിങ്ങനെ ഓരോ കുറ്റം പറയുമ്പോഴേ അവസാനം നോക്കാൻ ഞാനാ ഉണ്ടാവുള്ളൂ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് നന്നോ? കണ്ടില്ലേ ഇപ്പം മകള് പറഞ്ഞിട്ട് പോയത്? പെമ്മക്കളുടെ കൂടെയല്ലേ ഇരിക്കേണ്ടത്, ആ മക്കളെ നോക്കണ്ട് എന്നൊക്കെ. സ്വന്തം മകളും കൂടി അങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായതുകൊണ്ടല്ലേ. ഓ, എന്തായിരുന്നു മകളുടെ മുമ്പിൽ ഒരു നാക്ക്? ഇപ്പം എന്തൊന്നും പറയാനില്ലേ? ഇപ്പം ഉള്ള പോലെ ഞാൻ തരുന്നതും കുടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നാലേ നമ്മുടെ കൂടെ ഇവിടെ കഴിയുക. അതല്ല വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലേ ഇറങ്ങിയിട്ട് എവിടേക്കാച്ച പോണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനൊന്നും പറയാൻ വരുന്നില്ല. പറഞ്ഞിടത്തോളം എനിക്ക് മദ്യം. ഇതൊക്കെ ഞാനായിട്ട് വെച്ച മേനയാണേ. അപ്പൊ ഞാൻ കേട്ടല്ലേ പറ്റുള്ളൂ. വാപ്പ അന്നേ പറഞ്ഞതാണ്, ഈ വീടും സ്ഥലവും ഭാഗം വെക്കുമ്പോൾ നമ്മുടെ രണ്ടാളിനെയും കാലശേഷം മക്കൾക്ക് എന്നുള്ള നിലയ്ക്ക് വെക്കാന്ന്. ഞാനപ്പോൾ അതൊന്നും കേട്ടില്ല. നമ്മുടെ മക്കളല്ലേന്നോ, അവർ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, അതുകൾ നമ്മളെ അങ്ങനെയൊന്നും കാട്ടാൻ വരില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ, നിങ്ങളും വളർത്തിട്ടുണ്ടല്ലോ രണ്ടെണ്ണത്തിനെ. നാളെ നിങ്ങൾക്കും തന്നെ അവസ്ഥ. അത് ആലോചിച്ചാൽ നന്നു. അപ്പം മനസ്സിലാവും ഒറ്റപ്പെടുത്തുന്നതിൻ്റെയൊക്കെ വേദന. അതൊക്കെ അപ്പോഴല്ലേ, അതിനൊക്കെ കാലം എത്ര കിടക്കണോ? അതുമല്ല, നമ്മൾ നിങ്ങളെ പോലെ ഇങ്ങനെ മുണ്ടേനും മുറിച്ചതിനൊക്കെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നിൽക്കൊന്നുമില്ല. കിട്ടിയ കഞ്ഞിയും കുടിച്ചിട്ട് മുണ്ടാണ്ടിരിക്കും.